ജനമഹോത്സവത്തിന്റെ ഭാഗമായി മതമേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കളും പലരും നേരിട്ടുമല്ലാതെയും അവരുടെ നിലപാടുകളും വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെത്തിയാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വോട്ട് രേഖപ്പെടുത്തിയത്. ഭരണമാറ്റം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് G. സുകുമാരൻ നായർ. ജനാധിപത്യം വിജയിക്കണം, അതിന് നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ച് ഓരോ വോട്ടറും വോട്ട് ചെയ്യണം. ആരാ ജയിക്കുന്നത് വെച്ചാൽ അവർ വരട്ടെ, അല്ലാതെ ഇപ്പം മാറ്റണമെന്നും മാറ്റണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ജനാധിപത്യം വിജയിക്കണം. ആലപ്പുഴ കണിച്ചുകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോട്ട് ചെയ്തത്. പിണറായി വിജയൻ തുടരണമെന്നത് വ്യക്തിപരമായ ആഗ്രഹമെന്ന് വെള്ളാപ്പള്ളി. രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറയാൻ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പിണറായി വിജയൻ തുടർന്ന് ഭരണത്തിൽ വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹവും താല്പര്യവും. നാടിന്റെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വോട്ട് രേഖപ്പെടുത്തിയത്. ജനനന്മയ്ക്കായി സമ്മതിദാനാവകാശം വിനിയോഗിച്ചെന്ന് സീറോ മലങ്കര സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് മാർ ക്ലെമ്മിസ് കാതോലിക്ക ബാവ. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഒരവസരം ആയുസ് കിട്ടി. അത് നന്മയ്ക്കായി, നമ്മുടെ ദേശത്തിന്റെ വളർച്ചയ്ക്കായിട്ട് എല്ലാവരുടെയും വോട്ട് ഉപകരിക്കട്ടെ. ആരെ ജയിപ്പിക്കണമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഒരു തെരഞ്ഞെടുപ്പില് ജനങ്ങളാണ് രാജാക്കന്മാർ. ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം നമ്മുടെ അടിമകളാണ്. രാജാക്കന്മാർ തീരുമാനിക്കട്ടെ ആര് ഭരിക്കണമെന്നുള്ളത്. രാജ്യത്തിന് അത് വലിയ ഒരു തീരുമാനമായിരിക്കും, ജനങ്ങളുടെ തീരുമാനം. ജനായത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ തീരുമാനമാണല്ലോ. അപ്പോൾ രാജാക്കന്മാരായ ജനങ്ങൾ തീരുമാനിക്കും ആര് കസേരയിൽ വരണമെന്നുള്ളത്. FCRA നിയമ ഭേദഗതി ബില്ലിൽ ചർച്ചകൾ നടക്കുകയാണെന്നും പ്രതീക്ഷയുണ്ടെന്നും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. എപ്പോഴും ഓരോ ഇലക്ഷനും നല്ല പുതിയ പ്രതീക്ഷകളാണല്ലോ തരുന്നത്. നമുക്ക് മെച്ചപ്പെട്ട ഭരണം ലഭിക്കുന്നു, മെച്ചപ്പെട്ട ആൾക്കാർ ഭരണത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണല്ലോ ഇത്രയും ജനങ്ങൾ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് തന്നെ. ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന്റെ പ്രതികരണം. ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വിഗ്രഹങ്ങളുണ്ടായാൽ അതോടെ ജനാധിപത്യം തകരും. ഈ സമയത്ത് വോട്ട് ചെയ്യുന്നവരും ആർക്കാണ് വോട്ട് ചെയ്യപ്പെടേണ്ടവരും അവരെല്ലാവരും തുല്യരാണ്. ഇങ്ങനെ തുല്യരായിരിക്കുന്ന അവിടെ നിന്നാണ് ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ സർക്കാരിനോട് തൃപ്തിയും അതൃപ്തിയുമുണ്ടെന്ന ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ. സീറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.